വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് സൺഫ്ലവർ ക്രോഷേ ചെയ്തെടുക്കാം. അതിനായിട്ട് 3mm ഹുക്കും അക്രിലിക് യാർണുമാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റിച്ച് മാർക്കേഴ്സോ അല്ലെങ്കിൽ പേപ്പർ പിന്നോ നമുക്ക് യൂസ് ചെയ്യാം. ആദ്യമേ ഒരു മാജിക് സർക്കിൾ ഇട്ട് അതിനകത്ത് 6 സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കുക. സിംഗിൾ ക്രോഷേ ഇട്ടതിന് ശേഷം യാൺ വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ആ റൗണ്ട് ഫിനിഷ് ചെയ്യുക. നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. നമുക്ക് സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഓരോ സ്റ്റിച്ചസിനുള്ളിൽ കൂടിയും 2 സിംഗിൾ ക്രോഷേ വെച്ചിട്ടിടുക. ടോട്ടൽ നമുക്ക് 12 സിംഗിൾ ക്രോഷേസ് കിട്ടും. അതിന് ഇൻക്രീസ് എന്നാണ് പറയുക, സിംഗിൾ ക്രോഷേ ഇൻക്രീസ്. ഇനിയുള്ള ഓരോ റൗണ്ടിലും ഇതുപോലത്തെ സ്റ്റിച്ച് മാർക്കേഴ്സ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. സ്റ്റാർട്ടിംഗ് പോയിൻ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് മാർക്കേഴ്സ് യൂസ് ചെയ്യുക. ഇതുപോലെ ഓരോ സ്റ്റിച്ചിനകത്തും 2 സിംഗിൾ ക്രോഷേ വെച്ച് ചെയ്ത് ആ റൗണ്ട് ഫിനിഷ് ചെയ്യുക. ലാസ്റ്റ് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കുക. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് റൗണ്ട് ഫിനിഷ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ചെയിൻ സ്റ്റിച്ച് ഇടുക. തേർഡ് റൗണ്ട് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ക്രോഷേ, ദെൻ നെക്സ്റ്റ് സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷേ, അതായത് സിംഗിൾ ക്രോഷേ ഇൻക്രീസ്. നമ്മൾ 1 2 എന്ന് പറഞ്ഞ പാറ്റേണിൽ ചെയ്തെടുത്താൽ മതി. റൗണ്ട് ഫുള്ള് 1 2 എന്ന് പറഞ്ഞ പാറ്റേണിൽ ചെയ്തെടുക്കുക. ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക, ചെയിൻ സ്റ്റിച്ച് ഇടുക, നെക്സ്റ്റ് റൗണ്ട് ഇതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. 1 1 2 എന്ന് പറഞ്ഞ പാറ്റേണിലാണ് ഫോർത്ത് റൗണ്ട് വരിക. 1 1 2 സിംഗിൾ ക്രോഷേ ദെൻ ഇൻക്രീസ്. ഫോർത്ത് റൗണ്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഫോർത്ത് റൗണ്ട് കഴിയുമ്പോൾ ഇതുപോലെ കിട്ടും. നെക്സ്റ്റ് ഫിഫ്ത്ത് റൗണ്ട് വരുമ്പോഴത്തേക്കും 1 1 1 2 സിംഗിൾ ക്രോഷേ ദെൻ ഇൻക്രീസ്. സിക്സ്ത് റൗണ്ടിലേക്ക് വരുമ്പോൾ 1 1 1 1 2 വരും. ആ പാറ്റേണിൽ ചെയ്യുക. സെവൻത്ത് റൗണ്ട് വരുമ്പോൾ ഒരു 1 കൂടി ഇൻക്രീസ് ആവും. സെവൻത്ത് റൗണ്ട് വരെ നമ്മൾ ചെയ്തെടുത്താൽ മതി. ഇതുപോലെ നമുക്ക് കിട്ടും. എക്സ്ട്രാ വരുന്ന ഞാൻ ഹുക്ക് വെച്ച് തന്നെ ഓരോ സ്റ്റിച്ചസിൻ്റെ ഇടയ്ക്ക് കൂടി കോർത്തെടുത്ത് ലാസ്റ്റ് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. ഇപ്പോൾ നമ്മൾ ചെയ്ത പാറ്റേണിൽ 2 എണ്ണം ചെയ്തെടുക്കണം. ഗ്രീൻ കളർ സെപ്പൽസും ബ്രൗൺ കളർ സൺഫ്ലവറിൻ്റെ സെൻറ്റർ പാർട്ടുമാണ്. ഇത് രണ്ടും ചേർത്ത് വെച്ച് ബാക്ക് സൈഡ് ചേർത്ത് വെച്ച് അതിൽ നമുക്ക് യെല്ലോ കളർ ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഇതുപോലെ 2 പീസിൻ്റെയും സ്റ്റിച്ചസിൽ കൂടി ഹുക്ക് കടത്തി യെല്ലോ യാൺ അതിലൂടെ കടത്തി കൊണ്ടുവരും. ഇതുപോലെ യെല്ലോ യാൺ വലിച്ച് ഇതുപോലെ കൊണ്ടുവന്ന് ഒരു ചെയിൻ സ്റ്റിച്ചിട്ട് അതവിടെ ടൈറ്റ് ആയിക്കോളും. അതിനുശേഷം 2 ചെയിൻ സ്റ്റിച്ചസ് ഇട്ട് കൊടുക്കുക. നമ്മൾ പെറ്റൽസ് ചെയ്യാൻ പോവാണ്. അതിനു വേണ്ടി പെറ്റൽസ് ചെയ്യാനായിട്ട് ആദ്യമേ തന്നെ ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച്, അത് നെക്സ്റ്റ് സ്പേസിലേക്ക് വേണം ചെയ്യാനായിട്ട്. ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. ആ സെയിം സ്പേസിൽ തന്നെ ഒരു ട്രിപ്പിൾ ക്രോഷേ ചെയ്യുക. ദെൻ അവിടെ തന്നെ 3 ചെയിൻ സ്റ്റിച്ചസ് ഇട്ട് കൊടുക്കുക. അതിൽ ഒന്നാമത്തെ ചെയിൻ സ്റ്റിച്ചിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു ട്രിപ്പിൾ ക്രോഷേ ചെയ്യുക. ആ സെയിം സ്പേസിലേക്ക് ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. രണ്ട് ചെയിൻ സ്റ്റിച്ചസ് ഇട്ട് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഒരു പെറ്റൽ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ചുറ്റും ചെയ്ത് കൊടുക്കുക. പെറ്റൽസ് ചെയ്ത് റൗണ്ട് ഫിനിഷ് ആവുന്നതിന് മുമ്പ് തന്നെ നമുക്കതിൽ ഫോം ഫില്ല് ചെയ്യാനുണ്ട്. ഞാനിവിടെ പോളിസ്റ്റർ ഫോമാണ് എടുത്തിരിക്കുന്നത്.
അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. മെറ്റൽ സ്റ്റിക്കാണ് ഞാനിവിടെ സ്റ്റെം കൊടുക്കാനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അറ്റം ഒന്ന് വളച്ചെടുത്തിട്ട് സെൻട്രൽ പാർട്ട് നോക്കി ഇതുപോലെ കോർത്ത് കൊടുക്കുക. കോർത്ത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള ഫോം കൂടി ഫില്ല് ചെയ്യുക. ദെൻ പെറ്റൽസ് ചെയ്ത് റൗണ്ട് ഫിനിഷ് ആക്കുക. സൺഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ലീഫും സ്റ്റെമ്മൊക്കെ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. സൺഫ്ലവറിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ ആയിരിക്കും ഇരിക്കുക. ലീഫ് ചെയ്യാനായിട്ട് ഗ്രീൻ കളർ അക്രിലിക് യാൺ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആദ്യം ഒരു സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് 12 ചെയിൻ സ്റ്റിച്ചസ് ഇടുക. മെറ്റൽ വയേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലീഫിന് നല്ലൊരു സ്ട്രക്ചർ കിട്ടും. മെറ്റൽ വയർ നമ്മളിട്ട് ലാസ്റ്റ് ചെയിനിലേക്ക് ഇതുപോലെ കോർത്തെടുക്കുക. അതിനുശേഷം തൊട്ടടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ഇട്ട് കൊടുക്കുക. മെറ്റൽ വയറോട് ചേർത്ത് വേണം ഇനിയുള്ള സ്റ്റിച്ചസ് ഇടാനായിട്ട്. അതിനുശേഷം ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുക. ഇനിയുള്ള 6 സ്റ്റിച്ചസിൽ 6 ഡബിൾ ക്രോഷേ വെച്ച് ചെയ്യുക. ആറ് ഡബിൾ ക്രോഷേ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റിച്ചിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാം. ദെൻ ലാസ്റ്റ് ചെയിനിലേക്ക് 3 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക. 3 എണ്ണം ചെയ്യണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കർവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ലീഫിൻ്റെ കർവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് 3 സിംഗിൾ ക്രോഷേ സെയിം സ്റ്റിച്ചിൽ ചെയ്യുന്നത്. ഇപ്പോൾ ലീഫിൻ്റെ ഒരു സൈഡ് കഴിഞ്ഞിട്ടുണ്ട്. ഈ സെയിം പാറ്റേണിൽ തന്നെ നെക്സ്റ്റ് സൈഡ് ചെയ്തെടുക്കുക. അതായത് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുക, ദെൻ 6 ഡബിൾ ക്രോഷേ ചെയ്യുക, പിന്നെ സിംഗിൾ ക്രോഷേ. സെക്കൻഡ് സൈഡും കഴിഞ്ഞതിന് ശേഷം ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഒരു ചെയിൻ സ്റ്റിച്ചോട് ഇട്ട് യാൺ കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ലീഫ് റെഡി ആയിട്ടുണ്ട്. ബാക്കി വന്ന യാണും മെറ്റൽ വയറും കൂടി ഇതുപോലെ പിരിച്ച് കൊടുത്തു കഴിഞ്ഞ് നമുക്ക് സ്റ്റെമ്മിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ലീഫ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റെമ്മിൽ യാൺ ചുറ്റാനായിട്ട് ആദ്യം കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യുക. യാൺ ഇതുപോലെ വച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. മെറ്റൽ സ്റ്റിക്കിന് ചുറ്റും ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ ഈ യാൺ ചുറ്റി കൊടുക്കുക. സ്റ്റിക്കിൻ്റെ പകുതി ആകുമ്പോൾ ലീഫ് വെച്ച് കൊടുത്ത് ഇതുപോലെ ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കുക. നിങ്ങളുടെ ഡൗട്ട്സ് കമൻ്റായിട്ട് ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ ഇടാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.